കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് പുനരധിവസിപ്പിച്ച കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതത്തിൽ. ഉരുട്ടി ഉന്നതിയിലെ 32ഓളം കുടുംബങ്ങളാണ് കുടിവെള്ള പ്രശ്നം നേരിടുന്നത്. 2019-ലും 2024-ലും ഉരുൾപൊട്ടലിൽ പുനരധിവസിപ്പിച്ച കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഞാളിപ്പോൾ തൊണ്ടുണങ്ങി ഇവിടെ ചാവും. ഞാള് ചാവുന്നവരെ ചത്തിട്ട് ഞാളെ കാണാൻ വരാറ്. ഞാളിവിടെ ചത്തും മണ്ണായി കിടന്നോട്ടെ. എനിക്കതേ ഉള്ളൂ പറയാം, വേറൊന്നുമില്ല പറയാം. 2019-ലെ വിലങ്ങാട് ഉരുൾപൊട്ടലിന് ശേഷം ഉരുട്ടി ഉന്നതിയിൽ 62 കുടുംബങ്ങൾക്കാണ് സർക്കാർ വീട് വെച്ച് നൽകിയത്. 2024 വിലങ്ങാട് മലയോരത്ത് വീണ്ടും ഉരുൾപൊട്ടിയതോടെ അടുപ്പിൽ ഉന്നതിയിലെ 32ഓളം കുടുംബങ്ങളെ ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പേ ഉരുട്ടി ഉന്നതിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇവർക്ക് വേണ്ട കുടിവെള്ള സൗകര്യം ഒരുക്കിയിരുന്നില്ല. ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ താമസിപ്പിച്ചു. പക്ഷെ വെള്ളമില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പറ്റുന്നില്ല. എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം കുറവാണ്, തീരെ ഇല്ല. ഇവിടെ പുഴേൻ്റെ സൈഡിൽ പോയിട്ട് തലയിലാക്കിയിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇവർ കക്കൂസിലെല്ലാം പോകുന്നത്. ഈ രോഗികളുള്ളവർക്ക് വെള്ളം എടുക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി മലമുകളിലെ നീരുറവകളിൽ നിന്ന് പൈപ്പ് വഴി വെള്ളമെത്തിച്ചെങ്കിലും വേനലായതോടെ വെള്ളം ലഭിക്കാതെയായി. കുടിവെള്ളത്തിനായി ജലജീവൻ പദ്ധതി ഉന്നതിയിലെത്തിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും അതും പാഴ്വാക്കായി. തലയിൽ വെച്ചിട്ടാണ് വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. എന്നിട്ട് ആ പിള്ളേർക്കും വലിയവർക്കുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. രോഗിക്ക് തന്നെ വെള്ളം കുളിക്കാനൊക്കെ ഒത്തിരി കൊണ്ടുവരാനുണ്ട്. വെള്ളം ലഭിക്കാതായതോടെ ദൂരെ ഇടങ്ങളിൽ നിന്ന് പോലും വെള്ളം ചുമന്നു കൊണ്ടുവരേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രോഗികളും കുട്ടികളുമടക്കം നിരവധി പേരാണ് വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. മീഡിയ 1 കോഴിക്കോട്.